നമ്മളൊരു ക്രീം മേടിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആ ക്രീമിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇൻഗ്രീഡിയൻസ്. അതുപോലെ തന്നെ അതിൽ ഇൻഗ്രീഡിയൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റീക്രിയേറ്റ് ചെയ്യാനായിട്ടും കൂടി നമുക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അതിൽ കെമിക്കൽസ് നമ്മൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് നല്ല നല്ല ക്രീമുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിന്നിപ്പോൾ ചെയ്തത് ഒരു 300 ഗ്രാമിൻ്റെ ഒരു ക്രീമാണ് ഞാൻ ചെയ്തത്. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് എന്ത് ടൈപ്പുള്ള സ്കിന്നിനുള്ള ക്രീമാണ്, ഇത് എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ തിക്നെസ് അതുപോലെ നമ്മൾ ഉപയോഗിച്ച ഓയിലുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾക്ക് പിന്നെ വേറൊരു ക്രീമുകളോ ഷാമ്പുകളോ ഒന്നും നമുക്ക്, അതായത് അതിലിരിക്കുന്നത് ആ ഫോമുലയിലാണ്. ആ ഫോമുല നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ട്രയലിലൊന്നും ശരിയാവണമെന്നില്ല, പല പല ട്രയലുകളിലാണ് നമ്മളത് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഫോമുല നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു സാധനവും നമ്മുടെ സ്കിൻ ആൻഡ് ഹെയർ കെയറിനുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിൽ ഞാൻ വാട്ടറും പിന്നെ കുക്കുംബർ ഗ്ലിസറേറ്റും പിന്നെ ചെറിയൊരു പെർസെൻറ്റേജ് സാന്താൻ ഗം ഉപയോഗിച്ചിട്ടാണ് ഞാൻ വാട്ടർ ബേസ് ചെയ്തത്. പിന്നെ ഓയിൽ ബേസിൽ ഞാനിതിൽ ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചു, ഷിയ ബട്ടർ ഉപയോഗിച്ചു, ഹബോബ ഓയിൽ ഉപയോഗിച്ചു. പിന്നെ ഞാൻ മോണ്ടോനോ 68 ആണ് ഇതിൽ ഉപയോഗിച്ചത്. മോണ്ടോനോ 68ൻ്റെ ടെക്സ്ചർ വളരെ ഡിഫറെൻ്റ് ആണ് ഒലിവിയൻ 1000-നേക്കാളും. അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഫീലും ഇത്തിരി ഡിഫറെൻ്റ് ആണ്. അത് ഒലിവിയൻ 1000 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മോണ്ടോനോ 68 എമിൽസ്ഫെയർ ഇത്തിരി കോസ്റ്റ്ലിയും കൂടിയാണ്. പിന്നെ ഞാൻ 2 ടൈപ്പ് സെറ്റൈൽ ആൽക്കഹോളും അതുപോലെ സ്റ്റെറിക് ആസിഡും ഇത് രണ്ടും ഞാൻ ഉപയോഗിച്ചു. അതിന് രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസ് ഉണ്ട്. അതിലൊന്ന് സോഫ്റ്റ്നെസ്, സെറ്റൈൽ ആൽക്കഹോൾ സോഫ്റ്റ്നെസ് കൊണ്ടുവരാനും മറ്റേത് ക്രീമിന് കുറച്ചും കൂടി തിക്ക് ടെക്സ്ചർ കൊടുക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്കിന്നിനുള്ള ഫീൽ കിട്ടുവാനാണ്. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓയിലും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം അത് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ ഞാനതിൽ ചേർത്തത് എസെൻഷ്യൽ ഓയിൽ 2 ടൈപ്പാണ്, ഫ്രാങ്കിൻസിസ് എസെൻഷ്യൽ ഓയിലും ജെറേനിയും. അതിൻ്റെ സ്മെല്ല് തന്നെയല്ല അതിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ ഫീലിനും കൂടിയാണ്. നമ്മൾ മാക്സിമം ഫ്രാഗ്രൻസ് ഓയിലുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക, കാരണം ഫ്രാഗ്രൻസ് ഓയിൽ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള പല ഇൻഗ്രീഡിയൻസും അതിൽ വരുന്നുണ്ട്. പല രാജ്യങ്ങളിലും ബാൻ ചെയ്ത സാധനങ്ങളാണ് നമ്മൾ ഈ ഫ്രാഗ്രൻസ് ഓയിൽ മണം കിട്ടാനായിട്ട് അവർ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. എസെൻഷ്യൽ ഓയിലാണെങ്കിൽ സ്കിന്നിനും നല്ലതാണ്, ഭയങ്കര പവർഫുള്ളാണ്. അതുകൊണ്ട് വളരെ ചെറിയ പെർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്താലും മതി, ആവശ്യത്തിന് നമുക്ക് മണവും കിട്ടും. ഇനി ഒരു 40-45 ആ ഒരു ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് നല്ലെണ്ണ, അതുപോലെ തന്നെ നമ്മുടെ എസെൻഷ്യൽ ഓയിൽസ്, പ്രിസർവേറ്റീവ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ വൈറ്റമിൻ ഇ, ഇതൊന്നും നമ്മൾ ചൂടാക്കാൻ പാടില്ല. നന്നായിട്ട് ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് അതിൻ്റെ pH ടെസ്റ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ആ തിക്നെസ്സും അതുപോലെ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസും നിങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏത് ടൈപ്പ് സ്കിന്നിനായിരിക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അതുപോലെ തന്നെ ഇത് വെച്ചിട്ടൊരു ഫോമുല നിങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുക. എപ്പോഴും 100-ലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ തന്നെ പഠിച്ച് പല പല കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി ഓരോ സ്കിന്നിനും വേണ്ട കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പഠിക്കുന്നത്.